രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാച്ചി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. ഇപ്പൊ രാഹുലിന്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുന്നതും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നത് എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പൊ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത്, ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവര് പറയുന്നതനുസരിച്ച്, ചേച്ചി ഞങ്ങളിപ്പോ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും വീണ്ടും എങ്ങനെയാണ്